ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചെറിഞ്ച് വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐഡിയ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആ ബോട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ 3 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഹോൾസിലൂടെ സ്പോഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ കയറ്റി കൊടുക്കുന്നത്. നമ്മൾ ആ ഹോൾസ് അടയത്തക്ക രീതിയിൽ നമ്മൾ ഈ സ്പോഞ്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഞാൻ 3 ഹോൾസിലും ഇതുപോലെ സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്പോഞ്ച് ഇല്ലെങ്കിൽ കോട്ടൻ്റെ തുണി ആയാലും കുഴപ്പമില്ല കേട്ടോ. സ്പോഞ്ച് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അവിടെ നിന്നോളൂ. അതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ച് എടുത്തിട്ടുള്ളത്. ഞാൻ 3ാമത്തെ ഹോൾസ് ഇട്ട് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രോ ബാഗിലേക്കാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയ മണ്ണിലാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ഇനി നമുക്കിത് മണ്ണിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മണ്ണിലൊക്കെ നന്നായിട്ട് നനവ് വരുന്നുണ്ട്. ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കേഷനൊക്കെ പുറത്ത് പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒരു വലിയ ബോട്ടിലാക്കി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ബാഗിൽ വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഇതിൽ നിന്ന് കുറച്ചായിട്ട് വെള്ളം നന്നായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡായി വരും. ഇങ്ങനെ ചെയ്യുന്നത് മൂലം വെള്ളം അധികം നമുക്ക് ചിലവാകില്ല. എന്നാൽ ഒരാഴ്ചയൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് നമ്മളുടെ ചെടികൾക്കൊക്കെ വെള്ളം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഉണങ്ങിയ മണ്ണൊക്കെ നന്നായിട്ട് നനവായി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങി വന്ന് എല്ലാം നനഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വാട്ടർ ബോട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ഒരു വിനീഗറിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളുടെ ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ചെറിയൊരു ഹോൾസും കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് 2 കമ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ കെട്ടിക്കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് മുകൾ ഭാഗം തുറന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുപ്പിയിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മേലൊരു ഹോൾസ് ഇട്ട് കൊടുത്തിരുന്നത്. ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തുറന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ മൂടി വയ്ക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വെള്ളം നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ കുറച്ചായിട്ട് നമ്മളുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേരുകൾക്കൊക്കെ നന്നായിട്ട് സ്ട്രെങ്തനായിട്ട് ചെടി നന്നായിട്ട് വളർന്നു കിട്ടും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെള്ളം പോവേണ്ട എന്നുള്ളവരാണെങ്കിൽ സിറിഞ്ചിൻ്റെ നീഡിൽ ആ ഹോൾസിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം സെല്ലോ ടേപ്പോ പശയോ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് തുള്ളിയായിട്ട് വെള്ളം പോവും. സിറിഞ്ചിൻ്റെ നീഡിൽസ് ഒന്നും ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബഡ്സ് ഉപയോഗിച്ചാലും മതി കേട്ടോ. ബഡ്സ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഭാഗം ഈ ഹോൾസിലൂടെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതും യാതൊരു ചിലവുമില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ്. നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ഒരാഴ്ചത്തേക്കൊന്നും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും തുള്ളിയായിട്ടാണ് വെള്ളം പോകുന്നത്. നിങ്ങളടുത്ത് ബഡ്സോ നീഡിലോ സെല്ലോ ടേപ്പോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു കോട്ടൺ തുണി നന്നായിട്ടൊന്ന് ചെറുതാക്കി മടക്കിയെടുത്തതിന് ശേഷം ഈ ഹോൾസിലൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് തിരിയായിട്ട് വെള്ളം ഈ ചെടിയിലേക്ക് വരും കേട്ടോ. അതുമൂലം നമ്മളെ ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. ചെടിക്ക് ആവശ്യമായ വെള്ളം ഇതുമൂലം കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ഞാൻ ഇഞ്ചിയാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അത് ചെറുതായിട്ടൊന്ന് മുള പൊട്ടി വരുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണിത് മുള പൊട്ടി മുകളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ വെള്ളം മുഴുവനായിട്ടും ഇതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുളച്ച് വരുന്ന ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു കിട്ടും കേട്ടോ. ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചകിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചകിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആഴ്ചയിലും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഈ ചകിരിയിലൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. നല്ല നനവ് അതിലുണ്ടാവും.
അതുപോലെ തന്നെ ഞാൻ വേറൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പിന്ന് ഉപയോഗിച്ച് 2 ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ചീറ്റി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എന്നാൽ വെറുതെ വെക്കുന്ന സമയത്ത് തുള്ളി തുള്ളി ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതും നമുക്ക് യാതൊരു പൈസ ചിലവുമില്ലാതെ വീട്ടിൽ വലിച്ചെറിയുന്ന കുപ്പികൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ. ഇപ്പം ഞാൻ തക്കാളി ചെടിയിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴും തുള്ളി തുള്ളി ആയിട്ടാണ് നമ്മളുടെ ചെടിക്കൊക്കെ വെള്ളം കിട്ടുന്നത്. ഇപ്പോൾ യാതൊരു പൈസ ചിലവുമില്ലാത്ത ഈ ഐഡിയ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഞാനപ്പോൾ എല്ലാ ചെടിക്കും ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ട്രോബെറി ചെടിയാണ്, അതിന് ഞാൻ സ്പോഞ്ച് കൊണ്ട് ഉണ്ടാക്കിയ അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതുപോലെ കുപ്പി വെച്ചതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ ദിവസം വെള്ളം നനച്ചിട്ടില്ലെങ്കിലും ഒരു പ്രശ്നം വരില്ല നമ്മളുടെ ചെടികൾക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സിറിഞ്ചാണ് കേട്ടോ. സിറിഞ്ചിൻ്റെ ഉള്ളിലുള്ള നീഡിൽസ് നമുക്കിതുപോലെ ഒന്ന് അഴിച്ചെടുക്കാം. നമുക്ക് ഈ ടിപ്സിന് വേണ്ടിയിട്ട് സിറിഞ്ച് ആവശ്യമില്ല, അതിൻ്റെ നീഡിൽസ് മാത്രമാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള നീഡിലൊന്ന് അഴിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമുക്കിത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ വാട്ടർ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹോൾസ് ഇട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അടിയിലായിട്ടാണ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ നീഡിൽ വെച്ച ഗ്യാപ്പിൽ നമുക്ക് പശ വെച്ച് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്, വെള്ളം ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് വെച്ച് കൊടുക്കുന്നത് ഗാർഡനിൽ ഉയർന്നൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മളുടെ ചെടിയിലേക്ക് വെള്ളം വരുന്നത് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഉയരമുള്ളൊരു സ്ഥലമില്ലെങ്കിൽ ഒരു കല്ല് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഈ ബോട്ടിലിൻ്റെ മുടി നന്നായിട്ട് ടൈറ്റായിട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ചായിട്ടാണ് വെള്ളം വരുന്നത്. ഇനി ഞാൻ ഈ ബോട്ടിലിൻ്റെ മൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം കുറച്ച് സ്പീഡിൽ വരുന്നതായിട്ട്. അപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ നിങ്ങൾ വീടൊക്കെ അടച്ചിട്ട് പോവുകയാണെങ്കിൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണമല്ലോ, എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇതുപോലൊന്ന് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതിയാവും. ഒരാഴ്ചത്തേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വെള്ളം നമ്മളുടെ ചെടികൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഉയരത്തിൽ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ചെടി വെച്ച ബാഗിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെയും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയും നമുക്ക് വെള്ളം നന്നായിട്ട് നമ്മളുടെ ചെടികൾക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ യാതൊരു പൈസ ചിലവുമില്ലാതെ നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ അല്ലേ ഇത്. അപ്പോൾ ഇന്ന് കാണിച്ച 3 ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല കിടിലൻ ഐഡിയാസാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.